ഒരു വാഹന കമ്പനി തങ്ങളുടെ എഞ്ചിൻ്റെ സൗണ്ട് കൊണ്ട് ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു വാഹനം അല്ലെങ്കിൽ മറ്റൊരു കമ്പനി കാണില്ല. അതാണ് നമ്മുടെ സ്വന്തം അശോക് ലെയ്ലാൻഡ് എന്ന് പറയുന്നത്. ശരിക്കും അശോക് ലെയ്ലാൻഡിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടുകൾ, അതായത് നമ്മുടെ വലിയ വണ്ടികളുടെ, ട്രക്കിൻ്റെ, ബസ്സിൻ്റെ ഒക്കെ BS6 വാഹനങ്ങളുടെയൊക്കെ ഒരു എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്രയധികം ജനഹൃദയങ്ങളിൽ ഉള്ള ഒരു സൗണ്ട് തന്നെയാണ്. അശോക് ലെയ്ലാൻഡ് ഇന്ന് 75 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല. നമ്മളൊരു അശോക് ലെയ്ലാൻഡ് ഒരു ട്രിബ്യൂട്ടൊക്കെ പോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അശോക് ലെയ്ലാൻഡിനെ കുറിച്ചുള്ള ചെറിയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ലെയ്ലാൻഡിൻ്റെ ബെഡാദോസിലുള്ളൊരു ചെറിയ യാത്രയാണ്. വർഷം 1947. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് വ്യവസായ പുരോഗതി ഉണ്ടെങ്കിലേ രാജ്യത്ത് തൊഴിലുണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു പഞ്ചാബിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രഘുനന്ദൻ ശരണിനെ വിളിപ്പിച്ച് ഒരു നിർദ്ദേശം വെച്ചു. ഇന്ത്യയിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി തുടങ്ങണമെന്ന ആവശ്യമാണ് നെഹ്റു മുന്നോട്ട് വെച്ചത്. 1948 തന്റെ മകന്റെ പേരിൽ വടക്കൻ മദ്രാസിലെ എന്നൂരിൽ ഒരു കമ്പനി തുടങ്ങി അശോക്. ഇംഗ്ലണ്ടിലെ വലിയ വാഹന നിർമ്മാതാക്കളായ ഓസ്റ്റിൻ മോട്ടോഴ്സിന്റെ കാറുകൾ കൂട്ടിച്ചേർക്കുന്ന ജോലിയായിരുന്നു അശോക് മോട്ടോഴ്സ് ആദ്യം ചെയ്തത്. 1949 സെപ്റ്റംബറിൽ ആദ്യത്തെ A40 കാർ കമ്പനിയിൽ നിന്നിറങ്ങി. പിന്നാലെ ബ്രിട്ടനിലെ ലെയ്ലാൻഡ് മോട്ടോഴ്സുമായി അശോക് മോട്ടോഴ്സ് ധാരണയിലെത്തി. അതിനിടെ ഒരു ദുരന്തം സംഭവിച്ചു. വിമാനാപകടത്തിൽ ശരൺ കൊല്ലപ്പെട്ടു. ഇതോടെ മകൻ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. യാത്രാ വാഹനങ്ങളോളം തന്നെ ഡിമാൻഡ് ചരക്ക് വാഹനങ്ങൾക്കും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ അശോക് ലെയ്ലാൻഡ് നിർമ്മിക്കുന്ന ട്രക്കുകളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് കൂട്ടിച്ചേർത്ത് വിറ്റു തുടങ്ങി. 1949 കോമറ്റ് 350 ലോറി പ്ലാന്റിൽ നിന്നിറങ്ങി. സ്വതന്ത്ര ഇന്ത്യ നിർമ്മാണ പ്രക്രിയയിൽ ശ്രദ്ധയൂന്നിയതോടുകൂടി ചരക്ക് നീക്കത്തിന് ട്രക്കുകൾക്ക് വലിയ ഡിമാൻഡ് വന്നു. ഇന്ന് നിർമ്മാണ രംഗത്ത് 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ വാണിജ്യ നിർമ്മാതാക്കളായ അശോക് ലെയ്ലാൻഡിന്റെ വിജയകഥയുടെ തുടക്കമായിരുന്നത്. 1955 കമ്പനിയുടെ പേര് ഔദ്യോഗികമായി അശോക് ലെയ്ലാൻഡ് എന്നാക്കി. 1963 ട്രക്ക് ചേസിൽ നിന്നും ബോഡി കെട്ടിയുള്ള ആദ്യത്തെ കോമറ്റ് ബസ് പുറത്തിറങ്ങി. ആ വർഷം തന്നെ മെക്കാനിക്കുകളും കൺസ്ട്രക്ഷൻ മേഖലയിലും ഉപയോഗിക്കാവുന്ന 6 ടൺ ജംബോ ഡംപർ ലോറികളും ഇറങ്ങി. 1966 ഇന്ത്യയിൽ ആദ്യമായി എയർ ബ്രേക്ക് അവതരിപ്പിച്ച് വാഹന വ്യവസായികളെ ഞെട്ടിച്ചു കളഞ്ഞു. പുതിയൊരു അത്ഭുതത്തിനാണ് 1967 സാക്ഷ്യം വഹിച്ചത്. 2 നിലയുള്ള ബസ് ടൈറ്റൻ എന്ന ഈ ബസിന്റെ പകുതിയിലേറെ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരുന്നു. 1969 ആയപ്പോഴേക്കും കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ആദ്യ പവർ സ്റ്റിയറിംഗ് കമ്പനി ഘടിപ്പിച്ചു. ഇന്ത്യൻ വാഹന രംഗത്ത് മറ്റൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത്. 1970 സൈനികന് മാത്രമായി 1000-ൽ ഏറെ ഹിപ്പോ ടിപ്പറുകൾ അശോക് ലെയ്ലാൻഡ് നിർമ്മിച്ചു. 1971 സ്ലീപ്പർ ബെർത്തുകളുള്ള കോമറ്റ് ബസ്സുകളും കമ്പനി ഇറക്കി. ഇന്നത്തെ ആഡംബര ബസ് യാത്രകളുടെ തുടക്കമായിരുന്നു ആ വാഹനം. 1972 10,000 വാഹനങ്ങൾ എന്ന നാഴികക്കല്ലിൽ പിന്നിട്ട കമ്പനിയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തദ്ദേശീയമായ വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മുന്നിലും പിന്നിലും ഡോറുകളുള്ള വൈക്കിംഗ് ബസ്സുകൾ, ബാക്കിൽ എഞ്ചിനുള്ള ചീറ്റ ബസ്സുകൾ അശോക് ലെയ്ലാൻഡ് ശ്രേണിയിലെത്തി. 1979 ഇന്ത്യയിലെ ആദ്യത്തെ 3 ആക്സിൽ വാഹനങ്ങൾ ടോറസ് എന്ന പേരിൽ കമ്പനി ഇറക്കി. ഹൊൻസൂർ പ്ലാന്റ് തുടങ്ങിയതിന് പിന്നാലെയാണ് 2 ബസ്സുകൾ കൂട്ടിച്ചേർത്തുള്ള വെസ്റ്റ്ബ്യൂൾ ബസ് ഇറക്കിയത്. ഇതോടെ അശോക് ലെയ്ലാൻഡ് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന പേരായി. എന്നൂരിലെ 2 പ്ലാന്റും രാജസ്ഥാനിലെ ആൽവാർ പ്ലാന്റും 232 ഏക്കറുള്ള മഹാരാഷ്ട്രയിലെ ബന്ദാര പ്ലാന്റും വന്നതിന് പിന്നാലെയാണ് കമ്പനിയുടെ ജാതകം തന്നെ മാറ്റി എഴുതിയ ആ നിക്ഷേപം എത്തിയത്. 1987 ഹിന്ദുജ ഗ്രൂപ്പ് കമ്പനി ഏറ്റെടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ISO 9002 കമ്പനിയായി മാറി. 1994 കാർഗിൽ യുദ്ധമുഖമടക്കം തിളങ്ങിയ സ്റ്റാലിൻ 4x4 ട്രക്കുകളും വന്നു. 2002 തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ അശോക് ലെയ്ലാൻഡ് നിർമ്മിച്ചു തുടങ്ങി. 2006 ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ പ്ലാന്റ് കമ്പനി തുടങ്ങി. UAEയിൽ റാസൽ കൈമയിൽ 2008 ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ നിർമ്മാണ മേഖലയ്ക്കും കമ്പനി കാലുറപ്പിച്ചു. പിന്നാലെ നിസാനുമായി കരാറിലെത്തി. 2011 ദോസ് റേഞ്ചിലെ ആദ്യ വാഹനം അശോക് ലെയ്ലാൻഡ് പുറത്തിറക്കിയത്. ആ വർഷവും തന്നെ അശോക് ലെയ്ലാൻഡ് ഫിനാൻസും തുടങ്ങി വൈവിധ്യമാർന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിച്ചു. 2013 ബോസ്, 2015 ക്യാപ്റ്റൻ ട്രക്ക് സീരീസ്, 2017 ആദ്യത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസ് വിവിധ ശ്രേണിയിലേക്ക് BS6 എഞ്ചിനുകളും, 2020 ബെഡാദോസ്, അവതാർ ട്രക്കുകൾ, ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്നിവയും പിന്നാലെ എത്തി. 2022 അവതാർ ട്രക്കുകൾ മാത്രം സാന്നിധ്യം 100,000 കടന്നു എന്നുള്ളതാണ് കമ്പനിയും വാഹന ഉടമകളും എത്രത്തോളം സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ സൂചകം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കമ്പനി 2023 മുതൽ ഹൊസൂർ പ്രൊഡക്ഷൻ ലൈനിന്റെ ചുമതല പൂർണ്ണമായും സ്ത്രീകൾ
കമ്പനികൾക്ക് കൈമാറി. 75 വർഷം പിന്നിടുമ്പോൾ കമ്പനി ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന കൊമേഴ്സ്യൽ വാഹന നിർമ്മാതാക്കളുടെ നിരയിൽ മുൻപന്തിയിൽ ആണെന്നത് നമുക്ക് അഭിമാനകരമായ നേട്ടമാണ്. ഇന്ത്യ, UAE തുടങ്ങി 9 പ്ലാന്റുകളും 50-ലേറെ രാജ്യങ്ങളിൽ വിപണി സാന്നിധ്യവുമുള്ള അശോക് ലെയ്ലാൻഡ് ഇന്ന് ലോകത്തിലെ തന്നെ 4ാമത്തെ മുൻനിര ബസ് നിർമ്മാണ കമ്പനിയും 19ാമത്തെ ട്രക്ക് നിർമ്മാണ കമ്പനിയുമാണ്. ഈ ഒരു വീഡിയോ അശോക് ലെയ്ലാൻഡിനെ സ്നേഹിക്കുന്നവർക്കും അശോക് ലെയ്ലാൻഡ് ഉടമകൾക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശോക് ലെയ്ലാൻഡിന്റെ ഈ ഒരു ഡ്രീം ഡ്രൈവിനോട് ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ശരിക്കും ഓൾ ഇന്ത്യ വൈസായിട്ട് പല ഭാഗത്തേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ സിറ്റിയിൽ നിന്നും കണക്ട് ചെയ്ത ഓരോരോ ഡീലർഷിപ്പിലേക്കും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്കുമുള്ള ആ ഒരു വലിയ ഡ്രീമിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡ്രീം ഡ്രൈവിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കുറേ വണ്ടികൾ ഡ്രീം ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ മോഡൽസ് വണ്ടികൾ, അതുപോലെ തന്നെ ബെഡാദൂസിൻ്റെ മോഡൽ വണ്ടികൾ, ഇങ്ങനെയുള്ള 16 വീലേഴ്സും വലിയ വണ്ടികളും എല്ലാം ഇതിനകത്ത് ഇന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബെഡാദൂസിൻ്റെ i4 LX എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഓടിക്കുന്നത്. കണ്ടെയ്നർ സെഗ്മെന്റിലേക്കും അതുപോലെ തന്നെ പല ട്രാൻസിറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും വളരെ നല്ല രീതിയിൽ വിറ്റഴിക്കുന്ന ഒരു വാഹനം തന്നെയാണ് അശോക് ലെയ്ലാൻഡിന്റെ ബെഡാദൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാഹനം തന്നെ ഈ ഒരു ഡ്രീം ഡ്രൈവിന്റെ ഭാഗമായിട്ട് അശോക് ലെയ്ലാൻഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് എറണാകുളത്തു നിന്ന് തുടങ്ങി ആലപ്പുഴ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡീലർഷിപ്പിൽ നിന്ന് ഒരു നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ച് അതിനിടയിലുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബെഡാദൂസിൻ്റെ i4 എനിക്ക് ഓടിച്ച സമയത്ത് വളരെ നല്ലൊരു കംഫോർട്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഉയർന്നിരുന്നുള്ള ഒരു ഡ്രൈവിംഗ് പോസ്റ്ററുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു യാത്ര സുഖം, സസ്പെൻഷൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അശോക് ലെയ്ലാൻഡ് ഈ ഒരു ബെഡാദൂസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സ്പീഡൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 70-80 കിലോമീറ്റർ സ്പീഡിലൊക്കെ വളരെ എളുപ്പത്തിലെത്തും. 80 ലോക്കാണ്. ഹൈവേയിലൊക്കെ ഓടാനുള്ള സ്പീഡ് കുറച്ചുകൂടെ കൂട്ടിയത് കൊണ്ട് നമുക്ക് വേണേൽ കൂടുതലായിട്ട് കൊടുക്കും. എന്നിരുന്നാൽ പറഞ്ഞ പോലെ ആ ഒരു ഇനീഷ്യൽ പുള്ളിങ് വളരെ നല്ല രസമായിട്ട് തന്നെയാണ് വാഹനത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പവറിൻ്റെ കാര്യം പറയുമ്പോൾ നോർമൽ അറിയാമല്ലോ, അശോക് ലെയ്ലാൻഡിന് ഇപ്പോൾ i4 കാറ്റഗറിയിൽ വരുന്ന ബെഡാദൂസ് i4 ഒക്കെ കുറേയധികം ഓവർലോഡിങ് പേർപ്പസിലേക്കൊക്കെ നല്ല രീതിക്ക് പോകുന്നൊരു വണ്ടിയാണ്. ഞാൻ ഒരിക്കലും ഇതുകൊണ്ട് ലോഡുമായിട്ട് പോയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളൊരു മറ്റൊരു വലിയ കാര്യം. ബെഡാദൂസിനെ കുറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് ചെന്നൈയിലെ ഒരു ലോഞ്ചിൻ്റെ സമയത്താണ്. അന്ന് നമ്മുടെ സാധാ ദോസ്തിൻ്റെ കുറച്ച് മോഡൽസും അതുപോലെ തന്നെ ബെഡാദൂസിൻ്റെ കുറേ അധികം മോഡൽസും അന്ന് അവിടെ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ 1-2 ലോഡ് റിവ്യൂസ് ഒക്കെ എടുക്കാൻ നോക്കിയിരുന്നു. പിന്നെ സമയത്തിൻ്റെ തിരക്ക് മൂലം ഒന്നും നടന്നില്ല. പക്ഷേ എന്തായാലും ഇനിയും നമ്മളൊരു അശോക് ലെയ്ലാൻഡ് ബെഡാദൂസിൻ്റെ ഒരു ലോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ലെയ്ലാൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദത്തിന് ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള മറ്റൊരു ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വലിയ ലോറികളൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും പഴയ BS3യുടെ ശബ്ദവും BS4യുടെ ശബ്ദവും ഞാൻ തന്നെ പലതവണ നമ്മുടെ പല വീഡിയോസിനകത്തും ഞാനിത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ബെഡാദൂസിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് കുറച്ചുകൂടി മുന്നോട്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് നന്നായേനെ. നീളമുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ആക്കിയിട്ടുള്ളൂ. അപ്പം അശോക് ലെയ്ലാൻഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള സമയത്ത് നമ്മളിപ്പം ഇനി ബെഡാദൂസിൻ്റെ പല വേരിയൻറ്റുകളായിരിക്കും ഇനിയും ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ BS6ൻ്റെ phase 2ലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അപ്പോൾ പഴയ ആ മോഡലുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം ഈ ഒരു ഫുൾ ബെഡാദൂസ് എന്നുള്ളൊരു റേഞ്ചിലേക്ക് മാറാൻ പോകും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ
ഇപ്പോൾ കൂടുതൽ ലോഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷനിലേക്കും ഇതിൻ്റെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ടയർ സൈസും കാര്യങ്ങളൊക്കെ വളരെ നല്ല ഉപകാരപ്പെടുന്ന രീതിയിലാണ്. നമുക്കിപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല, എവിടെയും നമുക്ക് കയറി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മറ്റു വണ്ടികളൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓണറുമായിട്ടൊരു ലോഡ് റിവ്യൂ ഒക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇതിനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അശോക് ലീലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം 1955 റേഞ്ചിൽ അശോക് മോട്ടോഴ്സ് എന്ന് തുടങ്ങി പിന്നീട് അശോക് ലൈലാൻഡിലേക്ക് ലയിച്ച് ഇന്ന് ഹിന്ദുജ ഗ്രൂപ്പിന്റെ കയ്യിലിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അശോക് ലീലാൻഡ്. അശോക് ലീലാൻഡിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ശരിക്കും നമുക്ക് തമിഴ്നാട് തന്നെയാണ്. ഇപ്പം അണ്ണവണ്ടിക്കാരോട് എപ്പം ഏത് രാത്രി ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ലൈലാൻഡ് കഴിഞ്ഞേ ഉള്ളൂ മറ്റേത് വണ്ടിയും. അത്രയധികമാണ് അവർ ലൈലാൻഡിനെ സ്നേഹിക്കുന്നത്. അതിപ്പോൾ നമുക്കിപ്പോൾ ശങ്കേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കാണാം. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒരു 75 വർഷമാണ് ഇന്ന് തികഞ്ഞിരിക്കുന്നത്. 75 വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രീം ഡ്രൈവിൽ നമുക്കും ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ക്യാപ്റ്റൻ മോഡൽ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രീം ഡ്രൈവിനകത്ത്, പക്ഷെ അവർ ഈ പറഞ്ഞുള്ള കേരളത്തിന് പുറത്തേക്കായിരുന്നു ആ വണ്ടികളെല്ലാം കൂടുതൽ പോയിരുന്നത്. അങ്ങനെ ആ ഒരു ഡ്രൈവിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ഏതെല്ലാം ബെഡാദോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഓണേഴ്സ് റിവ്യൂ കം ലോഡ് റിവ്യൂ ഒക്കെ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ 75 ഇയേഴ്സ് പൂർത്തിയായ ഈ ഒരു സുദിനത്തിൽ എനിക്കും നിങ്ങളോടൊപ്പം നമ്മുടെ ഡ്രീം ഡ്രൈവിൽ പങ്കെടുക്കാനുള്ളൊരു സാധിച്ചെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടുർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് ലോ.